എല്ലാവർക്കും നമസ്കാരം. ഭയങ്കര ഇൻട്രോയിൽ പോയി പക്ഷേ ഏതൊരു ആക്ടറുടെ ലൈഫിൽ എനിക്ക് തോന്നുന്നത് അയാൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു മൊമെൻ്റാണ്, വൺ ഓഫ് ദ മൊമെൻറ്റ്സ് ആണ് അയാളുടെ പടത്തിൻ്റെ ലോഞ്ച്. അപ്പം നായകനായിട്ട് ഇതിനു മുമ്പ് 2 സിനിമകൾ ചെയ്തിരുന്നു. പക്ഷേ സാമ്പത്തികവും സാമൂഹികവുമായ ചില കാരണങ്ങൾ കാരണം അത് രണ്ടിനും ഒരിക്കലും നമുക്ക് അത് ഡിസേർവ് ചെയ്യുന്ന ഒരു പബ്ലിസിറ്റി കൊടുക്കാനോ അല്ലെങ്കിൽ അതിനെ തിയേറ്ററിൽ എത്തിക്കാനോ നമുക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് OTT-യിലാണ് ഇപ്പം കളിക്കുന്നത്. അപ്പോൾ 1 പിഴച്ചാൽ 3 എന്ന് പറയുന്നത് പോലെ നമ്മുടെ ആദ്യ സിനിമ അടിയാനാണ്. പിന്നീട് ജിയോ ബേബി സംവിധാനം ചെയ്ത ശ്രീധന്യ കേറ്ററിംഗ് സർവീസ്. ഇപ്പോൾ 3ാമതായിട്ട് പപ്പൻ, ഞങ്ങളുടെ പപ്പൻ്റെ സംവിധാനം ചെയ്ത പൈസത്രയും 30. ഇത് 1 പിഴച്ചാൽ 3 എന്ന സംഭവം വർക്കാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ ഞാൻ കുറേ സംസാരിക്കണമെന്നൊക്കെ പ്ലാൻ ചെയ്തതാണ്. പക്ഷേ ഈ ഇൻട്രോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് സംസാരിച്ചത് വല്ലാത്തൊരു ഇൻട്രോ ആയിട്ട്. എന്നെ ആദ്യമായിട്ട് സിനിമയിൽ വയസ്സത്രയിലേക്ക് എന്നെ സജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിൽ ഒരാളായിട്ടുള്ള ഫൈസൽ മാഷാണ്. ഫൈസൽ മാഷ് കൂടിയില്ല വരും. പിന്നീട് ഷീച്ചറിന് അത് ഫിക്സ് ചെയ്തു, എന്നെ കാണാൻ വന്നു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അപ്പോൾ ആദ്യം എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയുമ്പോഴൊക്കെ എനിക്കൊരു വിചാരമുണ്ട്, എന്നെ വെച്ചിട്ട് അങ്ങനെ വർക്കാവോ, എന്നെ വെച്ചിട്ടേ വർക്കാവോ, അങ്ങനത്തെ ഒരു കഥയാണിത്. പിന്നീട് കഥ കേട്ട് കഴിഞ്ഞപ്പോഴും സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോഴൊക്കെ എനിക്കും ചെറിയൊരു കോൺഫിഡൻസ് തോന്നി. വർക്കാവേണ്ടതാണ്, കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി ബാക്കി പറയേണ്ടത് നിങ്ങളാണ്. ഇപ്പം നമ്മുടെ പടത്തിൻ്റെ ന്യൂസൊക്കെ ആദ്യം ഈ പറയുന്ന പോലെ ചാനലുകളിലൊക്കെ വിട്ടപ്പോഴാണെങ്കിലും കുറേ ആളുകൾ ഇങ്ങനെ പറഞ്ഞു, ആരാണ് ഏതാണ് ഈ കരവാണം എന്നുള്ള ഡയലോഗുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ കേട്ടു. നമുക്കറിയില്ല, നമുക്കതിന് ഉത്തരം പറയാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷെ എനിക്ക് പറയാൻ പറ്റുന്നത് എൻ്റെ ആത്മാർത്ഥതയിൽ, എൻ്റെ 100% എന്നെ കൊണ്ടാവുന്നതെന്ന് ഞാൻ ഈ കഥാപാത്രം ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ വൈകാരികമായൊരു കാരണം കൂടി ഉണ്ട്. അതായത് എന്നെ പോലെ അല്ല, ഈ ബ്രിഗേഷിനെ പോലെ അല്ലാതല്ലാത്ത കാരണം കൊണ്ട് വിവാഹം നടക്കാത്ത കുറേ അധികം ആളുകൾ നമ്മുടെ സെറ്റിൽ തന്നെ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ വന്നിരുന്നു. അവരുടെയൊക്കെ നമ്മൾ കാണുന്നതിൽ ഉപരിയായിട്ട് കുറേ പ്രശ്നങ്ങളുണ്ട്, നമുക്ക് പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടെന്നും അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ സിനിമ ചെയ്യാൻ പറ്റിയെന്നും അതിൻ്റെ ഈ സിനിമയിലെ മൊമെന്റ്സ് എൻ്റെ ആത്മാർത്ഥതയിൽ നിന്ന് എനിക്ക് ചെയ്തു വെക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാക്കി സിനിമ കണ്ട് നിങ്ങളാണ് പറയേണ്ടത്. എന്തായാലും ഇവിടെ എത്തി, നമ്മൾ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ, നമ്മളെ കാണാനെത്തിയ, നമ്മുടെ പരിപാടി പങ്കെടുക്കാൻ എത്തിയ എല്ലാവർക്കും നന്ദി. ഈ സിനിമയുടെ തുടക്കം തൊട്ട് ഈ മൊമെന്റ് വരെ ഇതിനോടൊപ്പം നിൽക്കാൻ സാധിച്ചത്, അതിന് നിൽക്കാനുള്ള സാഹചര്യം ഒരുക്കി തന്ന സർവീസിന് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. കരവാണെന്ന് അതൊരു പ്രയോഗമല്ല, ആർക്കറിയില്ല. ഈ കരവാണെന്ന് പറഞ്ഞത് ഏതാണ് ഇവൻ എന്തൊക്കെ പറഞ്ഞതിനുള്ള മറുപടി ഈ സിനിമയും ഇതിന് ശേഷം വരുന്ന പ്രശാന്തിന് നിങ്ങൾ കാണാൻ പോകും. നിങ്ങൾ ഞാൻ പറഞ്ഞതല്ല, പുതിയ സിനിമയായിട്ട് വരുമ്പോൾ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. ശരിക്കും എന്താണ് നമ്മുടെ പബ്ലിസിറ്റി തന്നെ പെണ്ണ് കിട്ടാത്തവർക്കായിട്ട് ഒരു സിനിമ എന്നൊക്കെയാണ്. അപ്പോൾ ശരിക്കും പെണ്ണ് കിട്ടാത്തവരുടെ ഒരു ഫ്രസ്ട്രേഷൻ ആയിരിക്കും. ഞാൻ പറഞ്ഞാൽ അത്രയ്ക്ക് ഇന്റൻസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് വയസ്സെത്രയായി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു സോഷ്യൽ റെലവൻസ് ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഞാൻ സബ്ജക്റ്റില്ല പറഞ്ഞത്, ഞാൻ പ്രശാന്തിന്റെ ഭാവിയും പ്രശാന്ത് എന്നുള്ളതും ഭാവിയിലെ സിനിമകളിലൂടെയും നമ്മുടെ വയസ്സെത്രയായി എന്ന സിനിമയിലൂടെ നിങ്ങളെ കാണാൻ പോകുന്നതാണ്. ഈ സിനിമ ഞാൻ പൂർണ്ണമായും കണ്ടു. ഇത് ക്യാരക്ടറാണ്. അപ്പോൾ നല്ല കേട്ടിട്ട് കൂടുതൽ വീഡിയോസിനായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.